യെസ്, കടക്കലിൽ CPM കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ CPM ക്രിമിനലുകൾക്ക് പോലീസിന്റെയും സംരക്ഷണം ദുർബലമായ വകുപ്പുകൾ ഇട്ടുകൊണ്ടാണ് 4 പേർക്കെതിരെ FIR ചുമത്തിയിരിക്കുന്നത്. ഈ വിഷയമാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. മനോജ് കൊല്ലത്ത് നിന്നും തുടരുകയാണ്. മനോജ്, CPMന് ഒരു സ്ഥലത്ത് വലിയ തോതിൽ സ്വാധീനമുണ്ടായി കഴിഞ്ഞാൽ ആ പ്രദേശത്തിൻ്റെ സ്വഭാവം എന്താകുമെന്നതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് ഈ കൊല്ലം ജില്ലയിലെ കടക്കൽ എന്ന് പറഞ്ഞ പ്രദേശം. അല്പസമയം മുൻപ് നമ്മളോട് പ്രതികരിച്ച ഈ കൊല്ലം ഈസ്റ്റ് ജില്ലയുടെ ഉപാധ്യക്ഷൻ പറയുന്നത് അവിടെ ഒരു സ്ഥാനാർത്ഥി വിജയിച്ചു കഴിഞ്ഞാൽ, അതായത് CPMൻ്റെ അല്ലാത്ത മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടായാൽ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ അവിടെ ഒരു അനൗൺസ്മെൻറ്റ് നടത്താൻ പോലുമുള്ള അവകാശം CPM അവിടെ നൽകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എത്രത്തോളം ഭീകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്, അന്തരീക്ഷമാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, CPM ഇതര പാർട്ടികൾ കടക്കൽ പോലെയുള്ള സ്ഥലങ്ങളിൽ നേരിടുന്നത്? തീർച്ചയായും ഒരു പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളതാണ്. അതായത് ജനാധിപത്യ രാജ്യത്ത് ഇത്തരം ഗ്രാമങ്ങളിൽ CPM കൈയടക്കി വെച്ചിരിക്കുന്ന ഗ്രാമങ്ങളിൽ മറ്റുള്ള പാർട്ടികൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളതാണ്. നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂരിലെ പല ഗ്രാമങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെ CPM നേതാക്കൾ പറയുന്നത് അനുസരിച്ച് അവിടെയുള്ള സാധാരണക്കാർ ജീവിക്കണം. അതിനപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കാനോ ഒന്നും പ്രവർത്തിക്കാനോ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കടക്കലിലും കണ്ടുവരുന്നത്. പക്ഷേ അതിനൊരു എതിർ സ്വരം ഉയർന്നു വന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അത്തരത്തിലൊരു സ്വരം ഉയരുമ്പോൾ ആ സ്വരത്തെ എങ്ങനെയൊക്കെ അടിച്ചമർത്താൻ സാധിക്കുമെന്നുള്ള തരത്തിലേക്കാണ്, അതായത് ക്രിമിനലുകളെ ഇറക്കിവിട്ട് അടിച്ചമർത്താനുള്ള ഒരു ശ്രമം അതങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പോലും CPMന് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്ന ഒരു സാഹചര്യമാണ് കടക്കലിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, മുൻപ് കടക്കൽ ദേവി ക്ഷേത്രത്തിലെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് കടക്കൽ ദേവി ക്ഷേത്രത്തിൽ വിപ്ലവഗാനം, അതായത് CPMൻ്റെ പാർട്ടി ഗാനം ആലപിച്ചുകൊണ്ട് അവിടെയുള്ള ഭക്തരെയും അതോടൊപ്പം തന്നെ ആ ക്ഷേത്രാചാരത്തെയും ഹൈന്ദവ വിശ്വാസങ്ങളെയും ഒക്കെ അവഹേളിക്കുന്ന തരത്തിൽ അവിടെ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് CPM നേതാക്കളടക്കം നേതൃത്വം നൽകിക്കൊണ്ട് നടത്തിയിരുന്നു. അതിനുശേഷമാണ് പിന്നീട് അതിൽ ദേവസ്വം ബോർഡ് പോലും അതിൽ നടപടിയെടുക്കുന്നത്. പിന്നീട് അത് വാർത്തയായി ചർച്ചയായതിനു ശേഷമാണ്. എന്തായാലും അങ്ങനെ ഒരു സാഹചര്യം, എന്തിലും ഏതിലും പാർട്ടി എന്നുള്ള ഒരു നിലപാട് അവിടെയുള്ള നേതൃത്വത്തിന് ഉണ്ട്. അത് അങ്ങനെ ചിന്തിക്കാത്തവരിലേക്ക് അടിച്ചേൽപ്പിക്കുക കൂടിയാണ്. അതായത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ അടിച്ചേൽപ്പിക്കുകയാണ്. നിങ്ങൾ CPMൽ വരണം, അല്ലെങ്കിൽ CPMന് അനുകൂലമായി പ്രവർത്തിക്കണം, മറ്റൊരു പാർട്ടിയിലും അല്ലെങ്കിൽ മറ്റൊരു പ്രത്യയശാസ്ത്രത്തിലും നിങ്ങൾ വിശ്വസിക്കരുത്, മറ്റൊരു ആശയത്തിനും അവിടെ വളക്കൂറില്ല, അവിടെ അതൊന്നും തന്നെ വളരാൻ തങ്ങൾ അനുവദിക്കില്ല എന്നുള്ളതാണ് അവിടെയുള്ള CPMൻ്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിജയങ്ങൾ, അതായത് ഈ NDAയുടെ വിജയമടക്കം അവർക്ക് അംഗീകരിക്കാനാകുന്നില്ല. അതിനെ വിജയിക്കുമ്പോൾ തന്നെ അതിനെ അങ്ങ് അടിച്ചമർത്തുക, അല്ലെങ്കിൽ ഒരു തരത്തിലും പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് നൽകരുത് എന്നുള്ള തീരുമാനത്തോടു കൂടിയാണ് CPMൻ്റെ നേതൃത്വത്തിൽ ഈ ആക്രമണങ്ങളെല്ലാം നടന്നു വന്നത്. ഇതിൽ പ്രധാനമായും വടക്കേ വയലിലാണ് BJP സ്ഥാനാർത്ഥി വിജയിച്ചത്. അതോടൊപ്പം തന്നെ കോട്ടപ്പുറം, കുറ്റിക്കാട് ഭാഗങ്ങളിലൊക്കെ 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് BJP. അവിടെയുള്ള സ്ഥാനാർത്ഥികൾക്ക് നേരെ ഇങ്ങനെ ആക്രമണങ്ങൾ അയച്ചുവിടുന്നു. കുറ്റിക്കാടുള്ള സ്ഥാനാർത്ഥിയായിരുന്ന അനൂപിൻ്റെ വീട്ടിലേക്ക് കയറി ആക്രമണം നടത്തി. അവിടെ ഉണ്ടായിരുന്ന സാധന സാമഗ്രികളടക്കം വാരിയിട്ട് കത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതൊക്കെ പോലീസ് കാണുന്നുണ്ട്. പക്ഷേ പോലീസിന് ഇതിൽ ഇരകൾക്ക് അനുകൂലമായി നിൽക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് അടി കിട്ടിയവനെയല്ല, അടി കൊടുത്തവനെയാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കിക്കാണണം. ഏതൊരു നാട്ടിലാണ് ഇങ്ങനെ നടക്കുക എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം. കാരണം ഒരു പാർട്ടി പറയുന്നതിനനുസരിച്ച് പോലീസ് പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ അവിടെയുള്ള സാധാരണക്കാരെല്ലാം ആ പാർട്ടി വലയത്തിനുള്ളിൽ നിൽക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അവിടെ അങ്ങനെ ഒരു തിട്ടൂരമിടുന്നു. മറ്റാരും വേണ്ട എന്നുള്ള ഒരു നിലപാടിലൂടെ പോകുന്ന ഒരു സാഹചര്യം അത് തന്നെയാണ് കടക്കലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ മനോജ്, എന്തായാലും കൊല്ലം ജില്ലയിലെ കടക്കലിൽ BJP നേടിയ ഐതിഹാസികമായ വിജയം, ആ വിജയം CPMനെ അസ്വസ്ഥമാക്കുകയാണ്. വ്യാപകമായ അക്രമ സംഭവങ്ങളാണ് കടക്കൽ മേഖലയിൽ CPM നടത്തുന്നത്. അതിന് പോലീസ് കൂടി ഒത്താശ ചെയ്യുന്നു എന്ന റിപ്പോർട്ടാണ് M മനോജ് കൊല്ലത്ത് നിന്നും പങ്കുവച്ചത്.